2026 വിഷു ആയപ്പോഴേക്കും എൻ്റെ പൂച്ചക്കുട്ടൻ ഭയങ്കര ഉറക്കത്തിലാട്ടോ. വിഷു വന്നതും പടക്കം പൊട്ടിച്ചൊന്നും അവൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള മട്ടിലാണ് അവൻ്റെ ഉറക്കം. കുറേ നേരമായി വിളിച്ചപ്പോഴാണ് അവൻ തല പൊക്കിയത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കൈതച്ചക്ക പച്ചടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ മധുരവും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് അടപ്പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതിൻ്റെ മധുരം ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ. അതുപോലെ തന്നെ അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കറികളെല്ലാം വെച്ച് ഒരു ചെറിയ സദ്യ എപ്പോഴെങ്കിലേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മളത് ഉഷാറാക്കുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നല്ല പായസവും അതുപോലെ ലാസ്റ്റിലേക്ക് നമ്മളിത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അമ്മ നല്ല പഴംപൊരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതേപോലെ വീട്ടിൽ നിന്ന് ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത ഒരു പ്രത്യേക രസം തന്നെയാണിത്. പിന്നെ അതുമാത്രമല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പലഹാരത്തിനൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണല്ലേ. ആ എണ്ണയിൽ വറുക്കുമ്പോൾ ടേസ്റ്റും മണവും അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചായൻ്റെ ഒപ്പം അത് കഴിച്ച ശേഷം രാത്രിയൊക്കെ ആയപ്പോഴേക്കും പൂത്തിരി കത്തിച്ചു. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ പൂത്തിരി മത്തപ്പൂ എല്ലാം കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പൂപ്പി ഇതേപോലെ എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ വിഷു? പണ്ടത്തെ കാലത്തെ വിഷുവാണ് കുറച്ചുകൂടി അടിപൊളി എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ രസമാക്കാൻ നമ്മളെ മനസ്സ് വിചാരിക്കണം.